വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിലെ വിശേഷങ്ങളാണ്. സിനിമാ നിർമ്മാതാവും മാധ്യമ പ്രവർത്തകനും വ്യവസായിയുമായ റാമോജി റാവു 1996 സ്ഥാപിച്ച ഫിലിം സിറ്റിയാണ് റാമോജി ഫിലിം സിറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി എന്ന അവാർഡ് ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡ് ഈ ഫിലിം സിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 2000 ഏക്കർ വിസ്താരത്തിൽ കിടക്കുന്നതാണ് ഈ ഫിലിം സിറ്റി. ഈ ഫിലിം സിറ്റിയിൽ വനങ്ങള്, ഗാർഡനുകള്, അതുപോലെ തന്നെ 6 ഹോട്ടല്, അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റ്, ഒരു റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, ഇതെല്ലാം സ്ഥിരം സെറ്റുകളാണ് ഇതിനകത്ത് ഉള്ളത്. അതുകൂടാതെ ഇൻഡോർ ചിത്രീകരണത്തിനായിട്ട് 47 സൈറ്റുകളും ഇന്റർനാഷണൽ രീതിയിലുള്ള 6 ഹോട്ടൽ സമുച്ചയങ്ങളും ഈ ഫിലിം സിറ്റിക്കകത്ത് ഉണ്ട്. ഹൈദരാബാദിൽ നിന്ന് ഏകദേശം 35.7 കിലോമീറ്റർ ദൂരെ അബ്ദുള്ള സ്കർമറ്റ് എന്ന സ്ഥലത്താണ് ഇതുള്ളത്. ഇവിടെ പല വിൻറ്റേജ് കാറുകളും വിൻറ്റേജ് ബസ്സുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശനം. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി തീം പാർക്കുമായിട്ടുള്ള റാമോജി ഫിലിം സിറ്റി എന്ന മാന്ത്രിക ലോകം കാണാനായിട്ട് ഒരു വർഷം 15 ലക്ഷം ആൾക്കാരെങ്കിലും എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഫിലിം സിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം സംവിധായകനായ നിതീഷ് റോയി ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു കേവാണ്. അതിൽ നമുക്ക് പല ദൃശ്യങ്ങൾ അതിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. അതിനുള്ളിലെ ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക, യൂട്യൂബിലുണ്ട്. ഇത് വൈൽഡ് വെസ്റ്റ് സ്റ്റണ്ട് രംഗം നടക്കുന്ന സ്ഥലങ്ങളാണ്, ലൈവായിട്ട് സ്റ്റണ്ട് കാണിക്കുന്ന സ്ഥലം. ഇത് ഫിലിം സിറ്റിയുടെ ഫ്രണ്ട് വശമാണ്. ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡ് കിട്ടിയതിൻ്റെ ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് അവിടെ നടക്കുന്ന ലൈവ് ഷോയാണ്. ഡാൻസും മാജിക്കും ഒക്കെ ഇവിടെ ദിവസവും നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. എല്ലാത്തിനും പ്രത്യേക തിയേറ്ററുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമ്മൾ ഒരു ദിവസത്തെ ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെ ഇതിൻ്റെ അകത്ത് ചിലവഴിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന വലിയൊരു കവാടമാണ് റാമോജി ഫിലിം സിറ്റിയിലെ ഇത് അവിടെ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ റാമോജി ഫിലിം സിറ്റിയിലെ ബസ്സുകളിൽ നമ്മളെ ഓരോ സൈറ്റിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. വിശാലമായിട്ടുള്ള ഗാർഡനുകളും, ഇത് അംബർല ഗാർഡൻ എന്നറിയപ്പെടുന്ന ഗാർഡനാണ്. അതുപോലെ പല കെട്ടിടങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല നഗരങ്ങളിലെയും ദൃശ്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഇത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ട്രെയിനിൻ്റെ ബോഗിയും അതിൻ്റെ എഞ്ചിനും അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളെ പല സിനിമകളിലും സെറ്റുകളായിട്ടുള്ള കെട്ടിടങ്ങളാണ് ഈ കാണുന്നത്. ഇത് ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അതിന് നടുക്കൊരു ഫ്ലാഗൊക്കെ ഉള്ള ഒരു കൊടിയൊക്കെ കെട്ടാനുള്ള തൂണുമൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ മലയാള സിനിമയിലെ ദൃശ്യം സിനിമയിലൊക്കെ സെറ്റായിട്ടുള്ള ഒരെണ്ണമാണ് ആ കാണുന്നത്. എല്ലാ കെട്ടിടത്തിൻ്റെയും മുൻഭാഗം ഈ കാണത്തക്ക രീതിയിലുണ്ട്. ബാക്കിൽ വലിയ സ്പേസ് ഒന്നുമില്ല. ആന്ധ്രയിലെ
തമിഴ്നാട്ടിലെ, കേരളത്തിലെ, ബംഗാളിലെ ഒക്കെയുള്ള കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട്. ഏത് സിനിമ വേണേലും ഇവിടെ നിർമ്മിക്കാനായിട്ട് സാധിക്കും എന്നുള്ള പ്രത്യേകത, ഷൂട്ട് ചെയ്യാനും നിർമ്മിക്കാനുമായിട്ട് സാധിക്കും എന്നുള്ള പ്രത്യേകതയുണ്ട്. പ്രതിവർഷം 400-500 സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ജയിലിൻ്റെ, ഇത് കൊട്ടാരത്തിൻ്റെ ഒരു സെറ്റാണ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ലൈവായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. നമുക്ക് പാട്ട് വെച്ച് വന്നു കഴിയുമ്പം അവരെ നൃത്തം പഠിപ്പിച്ച് അത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ വീഡിയോ നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഇത് റെയിൽവേ സ്റ്റേഷൻ ഉൾഭാഗമാണ്, ടിക്കറ്റ് കൗണ്ടറും ഒക്കെ. അതുപോലെ ഇവിടുത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റേ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാനായിട്ടുള്ള ഓവർ ബ്രിഡ്ജും ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് പഴയ ട്രെയിനിൻ്റെ മോഡലാണ്. ഇത് റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിലുള്ള ചായക്കടകളും കൂൾ ബാറും ഒക്കെ ഉണ്ട്. അവിടെ ശ്രീകൃഷ്ണ കഫേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മലയാളം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തതിൻ്റെ ബോർഡുകൾ അവിടെ ഉണ്ട്. പിന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സിനിമാ സെറ്റുകളിലേക്കാണ്. ഇതാണ് ബാഹുബലി സിനിമയുടെ സെറ്റ്. നേരത്തെ ബാഹുബലി സെറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാഹുബലി യുദ്ധരംഗത്തൊക്കെ ഉപയോഗിച്ചിരുന്ന വാളുകളും കവചങ്ങളുമൊക്കെ പരിചയമൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സെറ്റ് അതുപോലെ തന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ഇതാ ബാഹുബലിയുടെ പ്രതിമ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഹൈദരാബാദിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും കുടുംബസമേതം വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിം സിറ്റിയാണ് റാമോജി ഫിലിം സിറ്റി. ഇതൊരു വിസ്മയ ലോകം തന്നെയാണ്. തീർച്ചയായിട്ടും വന്ന് കാണുക.